മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഈ ലീഗ് ഇപ്പൊ വളരെ ഈസി ആണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക്. ആദ്യ മത്സരത്തിൽ നമ്മളെ ദേ ഇന്ന് ചെന്നൈനെ ഒരുമാതിരി കരിയിലേക്ക് തുടച്ചു നീക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് അതിനുള്ള സ്ക്വാഡ് ഉണ്ട്, ബാക്കപ്പ് പ്ലെയേഴ്സ് ഉണ്ട്, കോച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇമാതിരിയൊക്കെ ഡോമിനേറ്റിംഗും വൺ സൈഡ് ഗെയിമും കളിക്കാമോ? ചെന്നൈയിന് ഈ മത്സരത്തിൽ എന്തായിട്ടേ ഇല്ല. ശരിക്കും കംപ്ലീറ്റ് മോഹൻ ബഗാൻ ഡോമിനേഷൻ. അവർ 2 ഗോള് മാത്രമേ അടിച്ചുള്ളൂ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. സെർജിയോ ലൊബേറനെ നമുക്കറിയാം, 1-0 ജയിക്കുന്നതിനേക്കാളും എനിക്ക് താല്പര്യം 6-2-നും 7-3-നും ഒക്കെ ജയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കോച്ചാണ്. പുള്ളി എന്തായാലും ഇന്ന് ആ പോസ്റ്റ് മാച്ച് ഡ്രസ്സിംഗ് റൂം ടോക്കിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ കളിച്ചാൽ പോരാ, ഒരു മിനിമം 4-5 ഗോളെങ്കിലും അടിക്കണം, എന്നാലേ ഈ ഡോമിനേഷനൊക്കെ എന്തെങ്കിലും അർത്ഥമുള്ളൂ എന്ന്. ബിക്കോസ് അതാണ് അവരുടെ മെന്റാലിറ്റി. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അവരൊരു ചാമ്പ്യൻ ടീമായിട്ടുള്ളത്. എന്തായാലും ഒട്ടും വൈകാണ്ട് തന്നെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ലീഗിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും സ്മാർട്ട് ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ആണ് മോഹൻ ബഗാൻ എന്ന് പറയേണ്ടി വരും. കാരണം ഈ മത്സരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യ മത്സരത്തിൽ നമ്മൾക്കെതിരെ അവർ ആ വിങ്ങേഴ്സിനെ ഒരുപാട് ഉപയോഗിച്ച് നമ്മളെ ഹെർട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആൻഡ് ഒരു പരിധി വരെ അത് അവർക്ക് സക്സസ്ഫുൾ ആയി. ആ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോഴും അഭിഷേക് മെയ്ത്തയുടെ ആ ഒരു അഡ്വാൻസിൽ നിന്നും അങ്ങനെ ഒരു ക്രോസ് വന്നിട്ടാണ് റയൻ മക്ലാറൻ ആ ഗോൾ അടിച്ചത്. പിന്നീട് ഒരു സെറ്റ് പീസിൽ നിന്ന്, അത് ഒരു ഹെഡർ ആയിരുന്നു, അതും ഒരു ക്രോസ് പോലത്തെ ബോൾ നമ്മൾ ഡീൽ ചെയ്യാൻ, ഒരു ഏരിയൽ ബോൾ ഡീൽ ചെയ്യാൻ നമ്മൾ കഷ്ടപ്പെട്ടു. അവരത് നല്ലോണം ക്യാപിറ്റലൈസ് ചെയ്ത് 2 ഗോളുകൾ കണ്ടെത്തി. ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലും അവർ റൊബീഞ്ഞോയിലൂടെയും ലിസ്റ്റണിലൂടെയും സെയിം കാര്യമാണ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ തുടക്കത്തിൽ അതങ്ങോട്ട് ബലിക്കുന്നുണ്ടായിരുന്നില്ല. പ്രീതം കോട്ടാലും എൽസീനിയോയും വളരെ കഷ്ടപ്പെട്ട് ആ ഏരിയൽ ബോളുകൾ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പരിധി വരെ തുടക്കത്തിൽ ചെന്നൈ ആ ഒരു നീക്കങ്ങളെയൊക്കെ ചെറുത്തു നിന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ മോഹൻ ബഗാൻ അപ്പൊ തന്നെ അവിടെ കളി മാറ്റി. അവർ കുറച്ചും കൂടെ സെൻട്രലി എക്സ്പാൻസീവ് ആയിട്ട് കളിക്കാൻ തുടങ്ങി. അവരുടെ മിഡ്ഫീൽഡേഴ്സ് കൂടുതലും കുറച്ചൊന്ന് സ്റ്റെപ്പിൻ ചെയ്ത് ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കളിക്കാൻ തുടങ്ങി. അപ്പുയ ആയിക്കോട്ടെ, അനിരുദ്ധ് താപ്പെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഗെയിമിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഉണർന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഈ പ്ലെയേഴ്സിന്റെ ഒരു ഇൻ ഗെയിം മാനേജ്മെന്റ്. അവർക്കറിയാം എങ്ങനെ കളിക്കണം. ഒരു സംഭവം ചെയ്ത് അത് വർക്ക് ആവില്ലെന്ന് അറിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത സാധനം ഇറക്കുക, അടുത്ത ഐറ്റം കൂടെ. കാരണം എല്ലാ പൊസിഷനിലും അതിനുള്ള താരങ്ങളുണ്ടല്ലോ. വിങ്ങേഴ്സ് ആണെങ്കിൽ എടങ്ങേറ് വിങ്ങേഴ്സ്, മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിൽ അടിപൊളി, ഡിഫൻഡേഴ്സ് ആണെങ്കിൽ അതിലും അടിപൊളി, ഗോൾ കീപ്പറും റിലയബിൾ. അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതാണ് ഇവരെ ഇത്രയും ഭയങ്കര ഒരു കോമ്പറ്റീറ്റീവ് ടീം ആക്കുന്നത്. കളിയിൽ എന്ത് സംഭവം വർക്ക് ചെയ്യില്ലെന്ന് അറിഞ്ഞോ അപ്പൊ തന്നെ അടുത്ത സാധനം ഇറക്കുക, അടുത്ത ഐറ്റം ഇറക്കുക. നമ്മുടെ ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചെന്നൈയിന് ആ മിഡ്ഫീൽഡ് ബാറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബെമ്മാമറൊക്കെ അവിടെ ഉണ്ടായിട്ട് പോലും താപ്പയുടെ അപ്പുയയുടെ ഈ പാസുകൾക്കോ ഈ മൂവ്മെന്റുകളൊക്കെ അവർ കുറെ അഡ്വാൻസ് ചെയ്ത് കുറെ നല്ല പൊസിഷനൊക്കെ ഓക്യുപ്പൈ ചെയ്തിരുന്നു. അതിലേക്ക് ഒന്നും ഒരു തടയിടാൻ ഇവർക്ക് ഒന്നും ആയിട്ടില്ല. നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയിലെ ആ 2 വമ്പൻ ക്ലബ്ബുകൾ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തന്നെയാണ് നിലവിലെ ഫേവറേറ്റ്സ്. അവർ രണ്ടും തമ്മിലുള്ള മത്സരം എന്തായാലും ഒരുപക്ഷെ ഈ ലീഗ് ആരടിക്കുമെന്ന് വരെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. 13 മത്സരങ്ങളേ ഉള്ളൂ, ഒരു പ്രാവശ്യമേ എല്ലാ ടീമിനെയും നേരിടുകയുള്ളൂ. അപ്പൊ ആ ഒരു മത്സരം തോറ്റാൽ പിന്നെ വേറെ എവിടെയെങ്കിലും പിടിക്കാം, അല്ലെങ്കിൽ ആ ടീമിനെ ഒന്നും കൂടെ നേരിടുമ്പോൾ അവരിൽ നിന്നും പോയിന്റ് നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു പരിപാടിയൊന്നും ഈ കൊല്ലം ഇല്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ആയിട്ടുള്ള ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഇതുപോലത്തെ ഓരോ ജയവും മോഹൻ ബഗാന് ഭയങ്കര ക്രൂഷ്യലാണ്. അവർ ആ മൊമെന്റം ബിൽഡ് ചെയ്ത് ആ ഒരു കൊൽക്കത്ത ഡാർബി ശരിക്കും ഒരു കപ്പ് ഫൈനൽ പോലെ ആയിരിക്കാം ചിലപ്പോൾ. ആൻഡ് മോഹൻ ബഗാന്റെ ആ ഒരു മൊമെന്റത്തിനെ ആർക്ക് തടയാനാവും എന്നുള്ള ചോദ്യത്തിന് ഈ അടുത്ത് എന്തായാലും ഒരു ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. കാരണം അടുത്ത മത്സരം അവർ മുഹമ്മദിനെയാണ് നേരിടാൻ പോകുന്നത്. ആ ടീം ഈ ഒരു മോഹൻ ബഗാൻ ടീമായിട്ട് പിടിച്ചു നിൽക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. 2 ഗോളുകളെ ഈ 2 മത്സരങ്ങളിലും മോഹൻ ബഗാൻ അടിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരു മത്സരത്തിൽ ചിലപ്പോൾ ആ ടോട്ടൽ ഇരട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഈസിയും കാഷ്വലും ആയിട്ടാണ് ഈ ടീം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും ഒന്ന് കഷ്ടപ്പെടുന്നുമില്ല, ഒന്ന് വേർക്കുന്നുമില്ല. എല്ലാവരും കംഫർട്ടബിൾ ആണ് ബോൾ റിസീവ് ചെയ്യാനും ബോളിൽ കാര്യങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും. ഒരു മോഹൻ ബഗാൻ പ്ലെയർ വന്ന് ടെൻഷൻ അടിച്ച ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നോ എന്നൊന്ന് എനിക്ക് പെട്ടെന്ന് ഓർത്തിട്ട് കിട്ടുന്നില്ല. ഞാൻ നോട്ടീസ് ചെയ്തില്ല കാര്യം പറഞ്ഞ, കാരണം അത്രയും കംഫർട്ടബിൾ. ഒരു ചാലഞ്ചോ ഒന്നും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അവരിങ്ങനെ ഈ വണ്ടി ന്യൂട്രലൊക്കെ ഇട്ട് ഇറങ്ങില്ലേ, ആ ഒരു അവസ്ഥയിലാണ് അവരിന്ന് കളിച്ചത്. എന്തായാലും ഈ ടീമിന് ഒരു ചലഞ്ച് കൊടുക്കാൻ ആര് എന്നുള്ളത് തന്നെയാണ് ഈ സീസണിലെയും വീണ്ടും ഏറ്റവും പ്രസക്തിയുള്ള ചോദ്യം. മോഹൻ ബഗാൻ ആ ഒരു ടൈറ്റിൽ റിട്ടൈൻ ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത പോയിന്റിനായിട്ട് നമുക്ക് ചെന്നൈയിലേക്ക് വരാം. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ ഞാൻ പറഞ്ഞിരുന്നു, അവരവരുടെ ബെസ്റ്റ് പ്ലെയേഴ്സിന് പറ്റിയ ഒരു സിസ്റ്റം ആണോ, അതായത് ഈ നീഗോ മാർട്ടിനെ അവിടെ കളിപ്പിക്കുമ്പോൾ ആ ഒരു ബെസ്റ്റ് സിസ്റ്റം അല്ല അവർ കളിക്കുന്നതെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിരുന്നു. ഇന്നും ഞാൻ ആക്ച്വലി സർപ്രൈസ് ആയിപ്പോയി. കാരണം ക്ലിഫർഡ് മിറാന്റെ ആ ലൈനപ്പിൽ ഒരു മാറ്റവും വരുത്തിയില്ല, സെയിം ലൈനപ്പിലാണ് തുടർന്നത്.
എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മാറ്റം വരണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചും കൂടെ പ്ലെയേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. അവർ ഒരുപാട് സൈനിങ്ങൾ നടത്തി, ഇമ്രാൻ ഖാനെ പോലെ ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു. പക്ഷെ അവർ ഇമ്രാൻ ഖാനെ ഒന്നും ഗെയിമിലേക്ക് കൊണ്ടുവരുന്നേ ഇല്ല. ആദ്യത്തെ മത്സരത്തിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ട്രൈ ഉണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ മോഹൻ ബഗാന്റെ ഡോമിനേഷൻ കറക്റ്റാണ്. അവർ നല്ലോണം പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ടീമാണ്. ആ ടീമിനെതിരെ അവരുടെ നിന്ന് ബോൾ വിൻ ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു വലിയ ടാസ്ക് തന്നെയാണ്. നമ്മുടെ ടീമും അതിന് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല. പക്ഷേ അങ്ങനെ എക്സ്പാൻസീവായിട്ട് കളിക്കുന്ന ഒരു ടീമിനെ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു അർജൻസി കാണിക്കണം, ഒരു ഇൻറ്റൻറ്റ് കാണിക്കണം. എന്നാലേ ഇപ്പോൾ ഒരു നല്ല എക്സ്പാൻസീവായിട്ട് കളിക്കുന്ന ടീമിനെ നമ്മൾ ക്വിക്കായിട്ട് കളിച്ചാലേ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർ ഭയങ്കര വിശാലമായിട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവർക്ക് ആ ഒരു സ്പേസോ ടൈമോ ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇൻറ്റൻറ്റിൽ കളിക്കണം. പക്ഷേ ഇന്ന് നമ്മളും അത് ചെയ്തില്ല, കേരള ബ്ലാസ്റ്റേഴ്സും അത് ചെയ്തില്ല, ചെന്നൈയിനും അത് ചെയ്തില്ല. ചെന്നൈയിന് ഇങ്ങനെ കുറച്ച് ആദ്യമൊക്കെ ഒന്ന് ആ നാമത്തേക്ക് ഒന്ന് പുഷ് ചെയ്യാനൊക്കെ ശ്രമിച്ചു മിഡ്ഫീൽഡിൽ. പിന്നെ എല്ലാവരും അങ്ങോട്ട് അവർക്ക് മനസ്സിലായ പോലെയായിരുന്നു. കാരണം മോഹൻ ബഗാൻ ഇങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, അവർ പൊസിഷൻ വെച്ചോട്ടെ, നമ്മൾ മാക്സിമം ഗോൾ കൺസീഡ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം ഡിഫെൻഡ് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കാം. ആ ഒരു അപ്രോച്ചിലേക്ക് അവർ പെട്ടെന്ന് തന്നെ ഒതുങ്ങിപ്പോയി. അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു അപ്രോച്ചിൽ നമ്മൾ മോഹൻ ബഗാൻ എങ്ങനെയെങ്കിലും ബോള് മിസ് ചെയ്താലോ അങ്ങനെയാണല്ലോ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുക അവരെ ബ്രേക്കിൽ ഹിറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവർ ബോളുകൾ മിസ് ചെയ്യില്ലെന്നുള്ളതാണ്. അവർ ബോൾ നല്ലോണം കീപ്പ് ചെയ്യുന്ന ഒരു സൈഡാണ്, അവർ പൊസിഷൻ നല്ലോണം റീറ്റെയിൻ ചെയ്യുന്ന ഒരു സൈഡാണ്. ആ മിഡ്ഫീൽഡേഴ്സൊക്കെ കളിയിലേക്ക് വന്ന കാര്യം ഞാൻ പറഞ്ഞു. അവരൊക്കെ വന്നതിന് ശേഷം കംപ്ലീറ്റ് കൺട്രോൾ ആയിരുന്നു. ഒരു ബോൾ പോലും നഷ്ടപ്പെടാണ്ട് ഒരു പ്ലെയർ പാസ് ചെയ്യുക, വേറെ സ്പേസിലേക്ക് പോവുക, അവിടെ നിന്ന് റിസീവ് ചെയ്യുക, കൊടുക്കുക, ഇങ്ങനെ അവരിട്ട് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇനി ആരാണ് ഈ മോഹൻ ബഗാനെ മാച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് കാണാനൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇവരോട് പിൻവലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇവന്മാർ നമ്മളെ എന്തായാലും അൺലോക്ക് ചെയ്യും നമ്മുടെ ടീമിനെ. അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈസ്റ്റ് ബംഗാളും ബംഗളൂരും ഒക്കെ ചിലപ്പോൾ ആ ഒരു അപ്രോച്ച് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്, ആ ഒരു ഫ്രണ്ട് ഫുട്ടിൽ കളിക്കണേ. പിന്നെ എനിക്കുള്ളൊരു പ്രതീക്ഷ ജംഷഡ്പൂരാണ്, ഓവൻ കോഹ്ലി. പുള്ളി എന്തെങ്കിലും ചെയ്യുമെന്നുള്ള. കാരണം പുള്ളി പഞ്ചാബിനെതിരെ ഈ ഒരു സെയിം സാധനം ഉപയോഗിച്ചിരുന്നു. പിന്നോട്ട് വലിഞ്ഞ് നിൽക്കാണ്ട് അവരുടെ ഒരു സാധനത്തിൽ ആ ഒരു അറ്റാക്കിംഗ് ബ്രാൻഡ് കളിക്കുന്ന ടീമിനെ അവർക്കിട്ട് ആ ഒരു സെയിം മെഡിസിൻ കൊടുക്കാനുള്ള ഒരു പരിപാടി ഓവൻ കോഹ്ലിയുടെ ഉണ്ട്. അപ്പം ആ മത്സരങ്ങളൊക്കെയാണ് ഇനി ക്രൂഷ്യൽ. ആ ടീമുകളൊക്കെ ഈ ചെന്നൈയിൽ നിന്ന് നമ്മളും ചെയ്ത തെറ്റുകളിൽ നിന്ന് പഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഈ മോഹൻ ബഗാൻ ഒരു തടയിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്മാർ ഇങ്ങനെ തന്നെ കളിച്ചു പോകുന്നുള്ളതാണ്. സബ്ജക്റ്റിൽ നിന്ന് വഴുതി മാറുന്നില്ല. എന്തായാലും ക്ലിഫർഡ് മിറാൻഡയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ എന്തായാലും കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ പിന്നെ അവർ കളിക്കുന്ന രീതി, അവർ പിക്ക് ചെയ്യുന്ന ലൈനപ്പിന് ബെസ്റ്റ് സ്ട്രെങ്ത് എന്താണോ ആ പ്ലെയേഴ്സിൻ്റെ ബെസ്റ്റ് എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിൽ കളിപ്പിക്കണം. ഇതിപ്പോൾ ഇനീഗോ മാർട്ടിനെ വെറുതെ അവിടെ ഇട്ടിട്ട് പുള്ളി ഒരു ഫോക്കൽ പോയിന്റോ ഒരു ടാർഗറ്റ് മാനോ ഒന്നുമല്ല. പുള്ളിക്ക് കുറച്ചും കൂടെ ബോള് ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിയിലേക്ക് കൊടുക്കണം. അതിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട് ആൾക്കാർ വേണം കളിയിലേക്ക് കൊണ്ടുവരാൻ. അല്ലാണ്ട് ഇപ്പോൾ രണ്ട് വിങ്ങേഴ്സ് കുറച്ച് വൈഡായിട്ട് നിന്നിട്ട് ഇനീഗോ മാർട്ടിൻ മാത്രം ഇവിടെ നിന്നിട്ട് ഇവർ ക്രോസ് ഇനീഗോ മാർട്ടിനിലേക്ക് ഇടാൻ നോക്കിയാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇർഫാനെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു 4-4-2 അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്യണം. അപ്പോൾ ക്ലിഫോർഡ് മിറാൻഡ എന്ന കോച്ച് എത്രത്തോളം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളി അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ട സമയമായെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ചെന്നൈയിൻ FC നമുക്കറിയാം ഈ സീസണിൽ നല്ലോണം കുറച്ച് സൈനിങ്സിനെയും പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നൊരു ടീമാണ്. ബെമ്മാമർ ആയാലും നൊഗ്വേർ ആയാലും ഇമ്രാൻ ഖാൻ ആയാലും ഈ സൈനിങ്ങുകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഓബ്വിയസ്ലി ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവരുടെ ബെഞ്ചിൽ കുറച്ച് താരങ്ങളുണ്ട് കുറച്ചും കൂടെ മിനിറ്റ്സ് ഡിസേർവ് ചെയ്യുന്ന, ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അവിടെ നിന്നും കുറച്ച് ആൾക്കാർ ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഈ ലൈനപ്പിൽ കളിക്കുന്നില്ല എന്ന് ചിലപ്പോൾ അവർ ഇന്റേണലി ചിന്തിക്കുന്നുണ്ടാവും ആ പ്ലേയേഴ്സ്. അടുത്ത മത്സരത്തിൽ അപ്പോൾ ഇനി എങ്ങനെ ക്ലിഫോർഡ് മിറാൻഡ ഈ ടീമിനെ ലൈനപ്പ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം ആ ചേഞ്ച് വരാനുള്ള ഒരു സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും ആ രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ, ഒരു ചേഞ്ചിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ സംഭവം ഉടലെടുക്കുകയുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്. ചിലപ്പോൾ ഇതെൻ്റെ തോന്നൽ മാത്രമായിരിക്കാം. മേ ബി അവരുടെ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് ഫറൂഖിനെയോ ഒരു ജിതേശ്വറിനെയോ ഒക്കെ കൊണ്ടുവരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം ഈ പ്ലെയേഴ്സൊക്കെ ചെന്നൈയിന് വേണ്ടി നല്ലോണം കളിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ്. നമുക്കറിയാം ഇവരൊക്കെ ഈ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മെമ്മറബിൾ പെർഫോമൻസുകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ താരങ്ങളാണ്. അവരെ ചിലപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ചെന്നൈയിന് അത് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ അവരും കളിച്ച 2 മത്സരങ്ങളും തോറ്റിരിക്കുകയാണ്. ആദ്യത്തെ മത്സരത്തിൽ 1 ഗോൾ കൺസീഡ് ചെയ്തു, ഇതിൻ്റെ അകത്ത് 2 ഗോൾ കൺസീഡ് ചെയ്തു. നമ്മളും അതുപോലെ തന്നെ ആദ്യത്തെ മത്സരത്തിൽ 2 കൺസീഡ് ചെയ്തു, പക്ഷേ തൊട്ട് കഴിഞ്ഞ മത്സരത്തിൽ 1 ഗോൾ കൺസീഡ് ചെയ്തു.
ഇപ്പോൾ ഗോൾ ഡിഫറൻസിലും എല്ലാത്തിലും -3 നമ്മളെല്ലാം ഒരുമിച്ചാണ്. 2 സൗത്ത് ഇന്ത്യൻ അപ്പുറം ഇപ്പുറമുള്ള അണ്ണനും തമ്പിയാണ് കേരളവും ചെന്നൈയും. എന്തായാലും എന്താവും വിധി എന്നറിയില്ല, 2 ടീമിന്റെ കണ്ടറിയാം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് അനിരുദ്ധ് താപ്പയുടെ പെർഫോമൻസ് ആണ്. ആ മിഡ്ഫീൽഡിൽ എങ്ങനെയാണോ ആ ഡബിൾ പിവറ്റിൽ ആ പ്ലെയർ കളിക്കേണ്ടത്, അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എഡ്യൂക്കേഷൻ ആയിരുന്നു ഇന്ന് അനിരുദ്ധ് താപ്പ പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിങ്ങേഴ്സിലൂടെ ആ സംഭവം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ താപ്പ ഒന്ന് മുന്നോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത് പാസുകൾ കളിക്കാൻ തുടങ്ങി. ആ ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ ഒരുപാട്, ഈ ഗോളിനുള്ള അസിസ്റ്റിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പേ തന്നെ താപ്പയുടെ ഒരു ഇൻഫ്ലുവൻസ് ആ ഗെയിമിൽ ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. പുള്ളി ബോൾ റിസീവ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മൈൻഡ് സെറ്റും സ്പേസിലേക്ക് റണ്ണുകൾ മേക്ക് ചെയ്ത് ബോൾ കളക്ട് ചെയ്യുന്നതും പാസുകൾ കളിക്കുന്നതും ഫുൾ ഫോർവേഡ് തിങ്കിങ് ആണ്. ഒന്നും ഒരു പ്രോഗ്രസീവ് പാസിങ്ങിൻ്റെ ഒക്കെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഒരു ബിൽഡപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. ബോൾ കിട്ടുക പും കൊടുക്കുക, ബോൾ കിട്ടുക പും കൊടുക്കുക, ഇതാണ് സാധനം. സൈഡ് വേസ് പാസിങ്ങോ അങ്ങനത്തെ സാധനമല്ല, എല്ലാം പ്രോഗ്രസീവ് ആയിട്ടുള്ള സാധനം. മുന്നോട്ട് എങ്ങനെ കളിക്കാം, കളി എങ്ങനെ പ്രോഗ്രസ് ചെയ്യിക്കാമെന്നുള്ള ഒരു പാസിങ് സംഭവം ഇന്ന് അനിരുദ്ധ് താപ്പയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് സാധനം. ഒരു മിഡ്ഫീൽഡർ ആണ് നിങ്ങളെങ്കിൽ, ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡർ ആണെങ്കിൽ എങ്ങനെ ഒരു പ്രോഗ്രസീവ് പാസിങ് ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്ലാസ് ആണ് അനിരുദ്ധ് താപ്പ ഇന്ന് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് ആ ഒരു അസിസ്റ്റ് മനോഹരമായ ഒരെണ്ണം, അത് മോഹൻ ബഗാന്റെ ഹാഫ് വേ ലൈനിന്റെ പുറകിൽ നിന്നാണ് ആ ബോൾ കളിക്കുന്നത്. മക്ലാറന്റെ റണ്ണ് ആ പാസിന് ജസ്റ്റിസ് കൊടുക്കുന്ന ഒരു റണ്ണാണ്. കാരണം ഒരു ഫോർവേഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റണ്ണ് ടൈം ചെയ്യാനും അങ്ങനെ ഒരു റണ്ണ് മെയ്ക്ക് ചെയ്യാനും ഭയങ്കര പാടാണ്. അങ്ങനത്തെ ഒരു ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു റണ്ണാണത്. ആ ബോളിന്റെ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ എപ്പോഴും ആ റണ്ണിനെ നമ്മൾ എപ്പോഴും പറയണം. കാരണം പലപ്പോഴും നമ്മൾ ഫോർവേഡുകൾ മേക്ക് ചെയ്യുന്ന റണ്ണിനെ നമ്മൾ അധികം ഗ്ലോറിഫൈ ചെയ്യാറില്ല. ആ ഒരു പാസിനെ നമ്മൾ എന്ത് പാസ്, പക്ഷെ ആ റണ്ണ് മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങിൽ ആ റണ്ണ് മേക്ക് ചെയ്ത് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്കില്ലാണ്. അങ്ങനെ പാസ് ചെയ്യാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡറും ഒരു റണ്ണ് മേക്ക് ചെയ്യാൻ പറ്റിയ സെൻറ്റർ ഫോർവേഡും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീം എന്തായാലും ഗോളുകൾ അടിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് തന്നെ നമ്മൾ കണ്ടു. ശരിക്കും ആ ഫസ്റ്റ് ഗോൾ കയറിയപ്പോൾ തന്നെ ആക്ച്വലി കളി തീർന്നു. അപ്പോഴത്തേക്ക് മനസ്സിലായി കളി തീർന്നു. പിന്നെ ചെന്നൈയിൻ ഒരു ഇൻസ്പിറേഷനും ഇല്ല. ചെന്നൈയിൻ ടീമിൽ എന്താണ് ആ ഒരു സ്പാർക്ക് സംഭവങ്ങളൊന്നുമില്ല. ഐ മീൻ മോഹൻ ബഗാൻ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ മത്സരത്തിൽ നമ്മൾ അവരുടെ വിങ്ങേഴ്സിനെ കുറിച്ചും ആ ഒരു ഫ്രണ്ട് 4 ആ ഒരു 4 പ്ലെയേഴ്സിൻ്റെ ഒരു എക്സ് ഫാക്ടറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇന്ന് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് ആ മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ചാണ്. ആ ഒരു സംഭവം അവിടെ തുടക്കത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ മിഡ്ഫീൽഡേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അപ്പുയും താപ്പയും ആ ബോളുകൾ കളിക്കാനുള്ള ഒരു ഇൻറ്റൻസിറ്റി കൂട്ടി, കളിയുടെ സ്പേസ് കൂട്ടി, ടെമ്പോ കൂട്ടി, ഡിക്റ്റേറ്റ് ചെയ്തു. എനിക്കത് ലൊബേറ പറഞ്ഞ് ജയിപ്പിച്ചാണോ എന്ന് പോലും തോന്നുന്നില്ല. ഇവർ നാച്ചുറലായിട്ട് കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ഇവന്മാർ പിച്ചിൽ തന്നെ എടുക്കുന്ന തീരുമാനമാണെന്നാണ്. അത്രയ്ക്കും ഒന്നാമത്തെ ഇവർ കളിച്ച് നല്ല സെറ്റാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും ഇത് സമയമായിട്ട് ഒരുമിച്ച് കളിക്കുന്നുണ്ട്, ഇവർക്ക് എന്തൊക്കെ സാധനമുണ്ട്, എവിടെയൊക്കെ വർക്ക് ചെയ്യിക്കാം, എന്തൊക്കെ ചെയ്യാം, ആരുടെ ക്വാളിറ്റി എന്താണ്. നാഷണൽ ടീമിലും പലരും ഒരുമിച്ചാണ് കളിക്കുന്നത്, ക്ലബിനും ഒരുമിച്ചാണ് കളിക്കുന്നത്. അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരുപാട് സൈഡുകളെ നമ്മൾ ഏഷ്യയിൽ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലേ. ആ ഒരു ടുഗദർനെസ്, ആ ഒരു സ്റ്റെബിലിറ്റി ഈ ടീമിനുണ്ട്. കാരണം എന്തെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം പിടിച്ചാലോ അത് പിടിക്കാം, അത് പിടിച്ച് അങ്ങനെ അൺലോക്ക് ചെയ്യുക. അത് അവരുടെ കഴിവാണ്. അവരവരുടെ ബെസ്റ്റ് ടാലൻറ്റിനെ റിട്ടൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ബെസ്റ്റ് ടാലൻറ്റിനെ കാണുവാണെങ്കിൽ അവർ അതിനുള്ള പൈസ കൊടുത്ത് അവരിവിടെ കൊണ്ടുവരുന്നു, കളിപ്പിക്കുന്നു, സന്തോഷമായിട്ട് വെക്കുന്നു എന്നുള്ളത് ആ ഒരു മാനേജ്മെന്റിന്റെ ഗുണം തന്നെയാണ്. പറയാനില്ല ഒന്നും. അത് അവർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് നമുക്ക് കരയാന്നേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല. നമ്മൾ പറയാം അവർ മാർക്കറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് ടാലൻറ്റിനെയൊക്കെ അവർ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് നമ്മുടെ ബെസ്റ്റ് ടാലൻറ്റിനെ കീപ്പ് ചെയ്യാനുള്ള ഇതില്ല, നമ്മൾ ആ ആംബിഷൻ കാണിക്കുന്നില്ല, നമ്മൾ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. കൊൽക്കത്ത ഫാൻസൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്ന കാര്യം വരുമ്പോൾ ഇതാ ചെയ്യാനുള്ളൂ. അവരുടെ ഫുട്ബോൾ കാണുക, ഇതാണ് ഒരു ബെഞ്ച് മാർക്ക് എന്ന് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് കാണുക, അതാണ് റിയാലിറ്റി. അപ്പം അത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും ഈ മത്സരത്തെക്കുറിച്ചും മോഹൻ ബഗാന്റെ പെർഫോമൻസുകളെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നാളെ ഒഡീഷയുടെ ആദ്യ മത്സരമാണ്, ഒഡീഷയും ഇന്റർകാശിയുടെ ആദ്യ മാച്ചും ഞാൻ കണ്ടില്ലായിരുന്നു ആക്ച്വലി. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ കളിയുടെ ആ സെയിം ദിവസം കൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ 2 ടീമിനെയും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ TGPയും ജോപ്പോളഞ്ചേരിയും ഒക്കെ അവിടെ ഉണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം, മലയാളി താരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അൺടിൽ ദെൻ യു ടേക്ക് കെയർ, ബൈ ഫോർ നൗ.